അമ്മയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഹായ് ഫ്രണ്ട്സ്. ഹായ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് സർ? നാളെ കമ്പനിക്ക് ലീവായിരിക്കും. ഇന്ന് എന്ത് പറഞ്ഞിട്ടാണോ ജോലി മുടക്കാൻ പോണേ? ഇങ്ങനെ ഒരു മുതലാളിനെ ആണല്ലോ ഭഗവാനെ നീ എനിക്ക് തന്നത്. എന്തിനാ സർ ലീവ്? നാളെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതിനാണ് ലീവ് വന്നത്. നിങ്ങൾ എല്ലാവരും പേഴ്സണലായിട്ട് ക്ഷണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാണ് സർ പാർട്ടി? നാളെ എന്റെ പിറന്നാളാണ്. അഡ്വാൻസ് വിഷസ്. താങ്ക് യു. സർ, ഞാൻ ഈ കമ്പനിയിൽ ജോലിക്ക് ചേർന്നിട്ട് 7-8 കൊല്ലായി. ഇതുവരെ ഈ സാറിന്റെ പിറന്നാളിന് ഇങ്ങനൊരു പാർട്ടി നടത്തിയിട്ടില്ലല്ലോ. ശരിയാ. സാധാരണ ഞാൻ എന്റെ പിറന്നാള് അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. ഫാമിലിയുടെ കൂടെ അമ്പലത്തിൽ പോവും. പിന്നെ വീട്ടിൽ വെച്ചൊരു കേക്ക് കട്ടിങ്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പിറന്നാള് വളരെ സ്പെഷ്യലാ. നിങ്ങൾ എല്ലാവരും എന്റെ ഫാമിലി പോലെ തന്നെ ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഈ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് എനിക്ക് തോന്നി. അത് മാത്രമല്ല, നാളത്തെ ഫംഗ്ഷനിൽ വെച്ച് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും അറിയിക്കാൻ പോവാ. സാറിന്റെ കല്യാണമാണോ? അതൊക്കെ സസ്പെൻസ് ആണ്. നാളെ എല്ലാവരോടും അത് ഞാൻ വെളിപ്പെടുത്തും. എന്തായാലും അത് കേട്ട നിങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ശരി, എല്ലാവരും ചായ കുടിച്ചോളൂ. പാർവതി, സർ, നാളെ ഞാൻ ഫംഗ്ഷന് വരുമ്പോ ആദ്യം കാണേണ്ടത് പാർവതിയാ. നാളത്തെ ഫംഗ്ഷന് പാർവതിയാണ് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പോ നാളെ ഫംഗ്ഷനിൽ വെച്ച് കാണാം. കാരി ഓൺ. ബൈ. ഈയൊക്കെ വട്ടാണോ ഈ നിലയും വരെയില്ലാത്ത പട്ടിക്കാട്ടുകാരുടെ പിന്നാലെ അടക്കാൻ? ഛേ, ഇതെന്താ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അരവിന്ദ് എങ്ങോട്ടാ പോയത്? അവന് വേണ്ടി വെറുതെ കാത്തു നിന്ന സമയം കളയാൻ എന്നെ കിട്ടില്ല. എന്തായി കാണിക്കുന്നത്? നീ ഭയങ്കര അക്രമാസക്തിയാണല്ലോ. പാർവതിയോടുള്ള ദേഷ്യം കൂടി കൂടി നിനക്ക് വട്ടുപിടിച്ചോ? എനിക്കല്ല, നിനക്കാ വട്ടുപിടിച്ചത്. അതുകൊണ്ടാ ഇങ്ങനൊരു സൈക്കോയെ പോലെ പെരുമാറുന്നേ. എന്റെ കൈ പിടിക്കാനും കിസ് ചെയ്യാൻ ശ്രമിക്കാനും നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയേ? അതെന്ത് ചോദ്യമാണ് മുക്ത? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ. ഞാനൊന്ന് കിസ് ചെയ്തു വെച്ചാൽ എന്താ കുഴപ്പം? കമ്പനിയുടെ സിൽവർ ജൂബിലി ഫംഗ്ഷൻ്റെ അന്ന് നിന്റെ അമ്മ എല്ലാരും കേൾക്കെ നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞല്ലേ? മമ്മി അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ?